ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മട്ടൻ മദ്ബിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് തന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 ഗ്രാമൊക്കെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പീസ് പട്ട, ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം, മല്ലി, ഒരു 5-6 ഏലക്ക, ഒരു വഴനയില. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആ മാഗിയുടെ ക്യൂബ്സ് ഇട്ടത് കൊണ്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. എന്തായാലും ഉപ്പ് വേണ്ടി വരും. കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഞാനൊരു 5 പച്ചമുളക് മുഴുവനായിട്ട് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി തോലൊന്നും കളഞ്ഞിട്ടില്ല. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെന്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു തൊണ്ടൊക്കെ എടുത്ത് കളയാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം, ഞാൻ പച്ച കളർ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്, ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലപോലെ മട്ടൻ വേവുമ്പോൾ ഇതെല്ലാം കൂടെ വെന്ത് വന്നോളും. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ മട്ടനാണ് യൂസ് ചെയ്യുന്നത്. മട്ടന് പകരം ബീഫ് ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1 കിലോ മട്ടൻ 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പം ഇത്ര വലിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സൈസിൽ, മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താലും മതി. നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി മട്ടൻ വേകുമ്പോൾ വെള്ളം ഉണ്ടാവും, പക്ഷേ വലിയ പീസായതുകൊണ്ട് തന്നെ വെന്ത് വരാൻ ടൈം എടുക്കും. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള 2-3 എണ്ണം തോല് കളഞ്ഞിട്ട്, കട്ട് ചെയ്യാതെ തോല് കളഞ്ഞിട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മട്ടൻ വേകുമ്പോഴേക്കും ആ സവോളക്ക് വെന്ത് വന്നോളും. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്കറിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വിസിൽ വന്ന് നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മുഴുവനായിട്ടിട്ട് സവോള ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി അതുപോലെ തന്നെ മട്ടൻ്റെ പീസൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ മട്ടൻ്റെ പീസസൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് മെഷർ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ മട്ടൻ്റെ പീസ് ഒരു ഫോയിൽ പേപ്പറിലേക്ക് മാറ്റുകയാണ്. എല്ലാം കൂടെ ഒരു ഫോയിലല്ല, 2 ഫോയിലായിട്ടാണ് ഞാൻ ഈ മട്ടൻ്റെ പീസസൊക്കെ മാറ്റി വെക്കുന്നത്. ഇതിലേക്ക് ഓരോ പീസ് ഒണിയനും കൂടെ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ മട്ടൻ വേവിച്ച സ്റ്റോക്കും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒന്നെങ്കിൽ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3 പീസ് പകുതി ഞാനിതുപോലെ ഒരു ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫോയിലൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ അടുത്ത ബാക്കി പീസും കൂടെ ഞാനിതുപോലെ ഫോയിലിട്ടിട്ടുണ്ട്. ഒണിയൻ്റെ പീസും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്ത് 2 ടേബിൾ സ്പൂണ് ആ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മീറ്റ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മീറ്റ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഓവനിൽ വെക്കാം. ഓവൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിത് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഇപ്പോൾ ഞാനിത് കുക്കറിൽ വെള്ളം ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 കപ്പ് സെല്ലാ റൈസാണ്. അതിപ്പോൾ 6 കപ്പ് വെള്ളമുണ്ട്. സ്റ്റോക്കും പിന്നെ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ടോട്ടൽ ഇപ്പോൾ 6 കപ്പുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഡബിൾ ക്വാണ്ടിറ്റി, അരിയുടെ ഡബിൾ വെള്ളമാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ വെള്ളത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച്, 2 കപ്പ് ഓൾറെഡി ആ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിലേക്ക് 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് സെല്ലാ റൈസ് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വന്ന് എയർ പോയതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അടപ്പം തുറന്നു നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ വലിയൊരു പാത്രത്തിലേക്ക് ചെരിഞ്ഞു കൊടുക്കണം. നമ്മൾ ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ റൈസ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവറുള്ള റൈസാണ് കേട്ടോ ഇത്. കാരണം മട്ടൻ്റെ സ്റ്റോക്കിൽ കിടന്ന് വെന്തിട്ടുള്ള റൈസാണ്. അതുകൊണ്ട് തന്നെ ഈ റൈസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ഒക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പച്ചമുളകും കുരുമുളകൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ എടുത്ത് നോക്കാം. അപ്പോൾ അതേ ഓവനിൽ എടുത്തിട്ടുള്ളതാണ്. നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സായി കഴിക്കേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ല, മട്ടനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.